ഹായ്, ഗുഡ് മോർണിംഗ്. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഒരു ചെറിയ ശ്രമം നടത്തുകയാണ് ഭഗവത്ഗീത ഒന്ന് വായിച്ച് അർത്ഥം പറയാൻ. ഞാൻ ഒട്ടും പ്രാപ്തയല്ല എന്ന് എനിക്കറിയാം കേട്ടോ. ആദ്യം തന്നെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം പ്രാവശ്യമൊന്നും വായിച്ചിട്ടില്ല. ഇപ്പം അത് വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു, ഇതെല്ലാം പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് നമ്മളിങ്ങനെ ആർക്കോ വേണ്ടി വായിക്കുന്ന പോലെ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ അർത്ഥം മനസ്സിലാക്കി വിശദമായിട്ട് വായിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ മുഴുവനാക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുമ്പോൾ എനിക്കും അതൊരു റിവിഷൻ ആവുമല്ലോ. ആ ഒരു ഉദ്ദേശത്തിൽ പറയുന്നു. പറ്റുന്നവർ കേൾക്കൂ, പറ്റുന്നവർ അത് ഉൾക്കൊള്ളൂ. അത് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ വഴികാട്ടിയാണ് ഭഗവത്ഗീത എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. അതായത് എന്താണ് ഭഗവത്ഗീത എന്ന് തന്നെ നമുക്കറിയണമല്ലോ. അപ്പോൾ വ്യാസമഹർഷി, പുരാണമുനിയായിട്ടുള്ള വ്യാസമഹർഷി രചിച്ചിട്ടുള്ള മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളിലായിട്ട് 700-ൽ പരം ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് ഭഗവത്ഗീത എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധം, മഹാഭാരതം എന്ന് പറഞ്ഞാൽ യുദ്ധമാണല്ലോ മെയിനായിട്ട് വന്നിട്ടുള്ളത്. കഥകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിലത്തെ കഥകളൊക്കെ നമുക്കിത് കഴിഞ്ഞാൽ വീണ്ടും എടുക്കാം വേണമെങ്കിൽ. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞപ്പം ഭീഷ്മ പിതാമഹൻ, അതായത് ദുര്യോധനൻ ആദികളുടെ സേനാനായകനായിരുന്നു ഭീഷ്മ പിതാമഹൻ. അദ്ദേഹം യുദ്ധത്തിൽ അമ്പേറ്റ് വീണിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ അടുത്തേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ ആ സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്, അയ്യോ എന്താണ് പറ്റിയത്? ഭീഷ്മരെ കൊന്നൂന്നോ? എന്താ ഈ കേൾക്കുന്നത്? കൊല്ലല്ലോ, ഭീഷ്മർക്ക് ശരശയ്യാണല്ലോ അല്ലേ. ഭീഷ്മർ നിലം പതിച്ചോ? എനിക്ക് കേൾക്കാൻ പോലും വയ്യല്ലോ. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എനിക്കതെല്ലാം വിശദമായിട്ടൊന്ന് പറഞ്ഞു തരൂ. ഭീഷ്മരുടെ പതനം എങ്ങനെയാണ് സംഭവിച്ചത്? ദുര്യോധനൻ്റെ ദുർനയം കൊണ്ടുണ്ടായിട്ടുള്ള സംഭവ പരമ്പരകളെല്ലാം എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമെന്ന് പറയാണ്. അപ്പം സഞ്ജയൻ വിവരിക്കുന്നതാണ് നമ്മളുടെ ഈ ഭഗവത്ഗീത. കുരുക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് സഞ്ജയന് അതിനുള്ള കഴിവുണ്ട്. വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും തന്നെ വിട്ടുപോവാതെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് ധൃതരാഷ്ട്രരോട് പറയാണ്. അപ്പോൾ യുദ്ധത്തിൽ ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. യുദ്ധത്തിനുള്ള കൗരവന്മാരും പാണ്ഡവന്മാരും ഇരുഭാഗത്തായിട്ട് സൈന്യത്തെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അർജുനൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനുമൊത്താണ് യുദ്ധകളത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അർജുനനും ശ്രീകൃഷ്ണനോട് പറയുന്നത്, എനിക്കൊന്ന് ഇവരെ എല്ലാവരും ഈ യുദ്ധക്കളം, അതായത് യുദ്ധം നടക്കുന്ന അതിലെന്തൊക്കെയാണ് എന്നുള്ളത് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ രംഗം ഒന്ന് നല്ലപോലെ വീക്ഷിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്ന് ശ്രീകൃഷ്ണനെ അറിയിക്കണം. അപ്പോൾ തേരാളിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ശരി കാണിച്ചു തരാമല്ലോ പറഞ്ഞിട്ട് 2 സേനകളുടെയും നടുക്ക് തേര് നിർത്തിയിട്ട് നോക്കി കണ്ടോളൂ, നല്ല മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തേര് സ്ഥാപിക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാം നോക്കി കണ്ടോളൂ കേട്ടോ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് പറയുന്നു ഭഗവാൻ അർജുനനോട്. അപ്പോൾ അർജുനൻ എല്ലാ ഭാഗത്തെയും കണ്ണോടിക്കുന്നു. കണ്ണോടിച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്, അയ്യോ ഞാൻ എൻ്റെ ബന്ധുക്കളെ തന്നെയാണല്ലോ കൊല്ലേണ്ടി വരുന്നത് എന്ന്. അപ്പോൾ അവിടെ വിഷമിച്ച്, ഞാനില്ല കേട്ടോ യുദ്ധത്തിന്, എനിക്ക് ഇവരെയൊന്നും കൊല്ലാൻ പറ്റില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അർജുനന് കുറച്ച് സംശയങ്ങൾ, എന്തിനാണ് ഞാനിങ്ങനെ യുദ്ധം ചെയ്യുന്നത്, എനിക്ക് എന്തിനാണ് അങ്ങനെ രാജ്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്
അർജുനൻ്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് ശ്രീകൃഷ്ണൻ വിഷാദയോഗമാണ് ആദ്യത്തത്. അപ്പോൾ വിഷാദിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ചെറിയൊരു മരുന്ന് കൊടുത്തതാണ് ശരിക്കും. ആ മരുന്ന് കൊണ്ട് അസുഖം മാറി ഉണർന്ന് എഴുന്നേൽക്കുന്ന പോലെ അർജുനൻ എണീക്കുകയും പിന്നെ യുദ്ധം ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഭഗവാൻ അർജുനൻ്റെ വിഷാദങ്ങൾ ദൂരീകരിച്ച പോലെ ഇത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുകയാണ്. അതിലെ തത്വങ്ങൾ പഠിക്കുക, അത് ഉൾക്കൊള്ളുക, അത് പ്രാവർത്തികമാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ അർജുനൻ്റെ വിഷാദങ്ങൾ ദൂരീകരിച്ച പോലെ തന്നെ നമ്മളും പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും എന്നാണ്. അപ്പോൾ ഈ ഭഗവത്ഗീത നമ്മളുടെ മനഃശാന്തി, മനസ്സിന് എന്നും ടെൻഷനാണല്ലേ മനുഷ്യന്മാർക്കും, എന്നും പുതിയ പ്രശ്നങ്ങളും അത് ഓരോന്ന് പരിഹരിച്ച് വരുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളും ജീവിത അവസാനം വരെ ഇത് കാണും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കടന്ന് നട്ടം തിരിയുന്ന നമുക്ക് കുറച്ചെങ്കിലും മനഃശാന്തി ലഭിക്കുന്ന ഒരു ഔഷധമാണ്. ഇതിൻ്റെ ഒന്നാമത്തെ സാക്ഷി തന്നെ ഈ ഔഷധം കൊടുത്ത് അതിൻ്റെ ശ്രോതാവായിട്ടുള്ള അർജുനനാണ്. അപ്പോൾ അർജുനന് അങ്ങനെ അത്ര പെട്ടെന്ന് അസുഖം മാറുന്ന പോലെ ഉയർത്തെഴുന്നേൽക്കാം എന്ന് വിചാരിച്ചാൽ, ഉണർവോടുകൂടെ യുദ്ധത്തിന് തയ്യാറാവാമെങ്കിൽ അതേ മരുന്ന് സേവിക്കുന്ന നമുക്കും പുതിയൊരു ഉണർവ് ജീവിതത്തിൽ കിട്ടും എന്നതാണ് ഈ ഭഗവത്ഗീത നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ ഒന്നാം സാക്ഷിയാണ് ശരിക്കും അർജുനൻ. അപ്പോൾ അതുകൊണ്ടാണ് ജീവിത വിജയത്തിൻ്റെ വഴികാട്ടിയാണ് ഭഗവത്ഗീത എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഭാരതീയ തത്വചിന്തകൾ അതിനനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഓർമ്മിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഭഗവത്ഗീത. എത്രയോ കാലങ്ങളായിട്ട്, ദീർഘകാലമായിട്ട് ധർമ്മപുത്രരുടെ ധർമ്മപുത്രരുടെ തണലിൽ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നേ അർജുനന് പെട്ടെന്ന് വിഷാദം ബാധിക്കുകയാണ്. ധർമ്മപുത്രരുടെ അനുസരിച്ച് ജീവിച്ചതായിരുന്നു ഇത്രയും കാലം. പെട്ടെന്ന് മനസ്സിനൊരു വിഷാദം ബാധിച്ചപ്പം കൃഷ്ണൻ്റെ വിദഗ്ധമായ ചികിത്സയിൽ അതെല്ലാം ഇല്ലാതെയായി. പൂർവാധികം ഉത്സാഹത്തോടെ അർജുനൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും യുദ്ധത്തിനൊരുങ്ങുകയാണ് ചെയ്തത്. ഈ ഭഗവത്ഗീതയിൽ മതത്തെക്കുറിച്ചിട്ടുള്ള പഠനമുണ്ട്, തത്വവിചാരമുണ്ട്, ആചാരങ്ങളുണ്ട്, പുരാണമുണ്ട്. ജീവിതത്തെ സമഗ്രമായിട്ട് നോക്കിക്കണ്ടിട്ട് ആ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് യഥാർത്ഥ ജീവിതം, അതായത് ഏത് വഴിക്കാണ് നമ്മൾ നീങ്ങേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഹിന്ദുക്കളായ നമ്മൾ ഭഗവത്ഗീത എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ വയസ്സൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ, എബോവ് 60 ആണ് എല്ലാവരും തന്നെ എന്ന് പറയാം. അപ്പം നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇത്രയും കാലമായിട്ടും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയോ പേര് അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ, എത്രയോ പേര് പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഇതിലേക്ക് ഇറങ്ങി ചെല്ലാത്തവരുണ്ടാവും എന്നെപ്പോലെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു പഠനം എന്ന് പറയണത് നമുക്ക് മാനസികമായിട്ട് ഉള്ള എല്ലാ ടെൻഷനുകളും ഒഴിവാക്കി നല്ലൊരു ജീവിതം, അതായത് എന്തെങ്കിലും തത്വങ്ങൾ ഉൾക്കൊണ്ട് ഇതെന്താണ്, ഒരു ഹിന്ദു അല്ലേ, അപ്പോൾ എന്താണ് നമ്മുടെ പുരാണങ്ങൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കി അവസാന കാലത്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു, എനിക്ക് മനസ്സിലായാൽ. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു ഒരുക്കാണ് ഇത്. ഇനി ഭഗവത്ഗീതയുടെ മാഹാത്മ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വളരെ ശുദ്ധിയോട് കൂടിയിട്ട് വൃത്തിയോട് കൂടിയിട്ട് ഈ ഭഗവത്ഗീത പഠിക്കുക, ഈ ശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഭയങ്ങളോ രോഗങ്ങളോ ഒന്നും ബാധിക്കാതെ നേരെ വിഷ്ണുപദം പ്രാപിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഈ ഗീതാ പഠനം കൊണ്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ജന്മത്തിലും മുജ്ജന്മത്തിലും ഉള്ള എല്ലാ പാപങ്ങളും നശിക്കുന്നു എന്നാണ്. അതായത് നമ്മൾ എന്നും വെള്ളത്തിൽ എന്നും കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അഴുക്ക് നിലനിൽക്കില്ല. ആഴ്ചകളോളം കുളിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് അടിയുന്നത് അല്ലേ, വേർപ്പൊക്കെ ആയിട്ട്. അതേപോലെ ഭഗവത്ഗീതയാകുന്ന ജലത്തിൽ
ഒരിക്കൽ കുളിച്ചാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാൻ തോന്നില്ല എന്നാണ്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും അകന്നു പോകാൻ ഇത് സഹായിക്കും എന്നാണ്. നമ്മുടെ ശരീരത്തിലുള്ള ദുഃഖങ്ങൾ മുഴുവനും നശിച്ച് നമ്മളെ ഒരു പുതിയ തലത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തേക്ക് എത്തിക്കാൻ ഈ ഭഗവത്ഗീതയ്ക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം. നമ്മൾ ഗംഗാജലം വളരെ പുണ്യമായിട്ട് കരുതുന്നതാണ് അല്ലേ. അതേപോലെ ഗീതയാകുന്ന ഗംഗാജലം കുടിച്ചാൽ നമുക്ക് പുനർജന്മം പോലും ഉണ്ടാവില്ല എന്നാണ്. അതായത് ഗീത പഠിച്ചാൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ദേവകീപുത്രനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ഇത് ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അർജുനന് ഉപദേശിച്ചിരിക്കുന്നത്. അതാണ് എല്ലാറ്റിലും ഉത്തമമായിട്ടുള്ള ആകെ ഒരേ ഒരു ശാസ്ത്രം. അത് മാത്രമാണ് ശാസ്ത്രം. അതിൽ നിന്നാണ് ബാക്കി എല്ലാ തത്വങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സാക്ഷാൽ ശ്രീകൃഷ്ണൻ മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ഏകദൈവം. മറ്റെല്ലാം ഭഗവാന്റെ ഓരോ രൂപങ്ങളാണെന്ന് നമ്മൾ നാരായണീയത്തിൽ പറഞ്ഞു. അപ്പോൾ ആ ഭഗവാന്റെ നാമങ്ങൾ തന്നെയാണ് നമ്മുടെ ചുണ്ടുകളിൽ എന്നും നമ്മൾ ചൊല്ലേണ്ട ഒരു മന്ത്രവും അത് തന്നെയാണ്. ആ ഭഗവാനെ പറ്റിയിട്ട് തന്നെ ആയിരിക്കണം. ആ ഭഗവാനെ സേവിക്കുക, ആ ഭഗവാനെ ഭജിക്കുക, ആ ഭഗവാന്റെ കീർത്തനങ്ങൾ നമ്മൾ നാരായണീയത്തിൽ പറഞ്ഞ പോലെ തന്നെ കഴിയുന്നത്ര ശ്രവിക്കുക, കഴിയുന്നത്ര ചൊല്ലുക, കഴിയുന്നത്ര കേൾക്കുക, എഴുതാൻ ഒക്കെ രചിക്കാൻ കഴിവുണ്ടെങ്കിൽ കഴിയുന്നത്ര രചിക്കുക. ഇത് മാത്രമാണ് നമുക്ക് ഭഗവാനോട് ചെയ്യേണ്ട ഒരു കാര്യം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കോളും. ഇതെല്ലാം നമ്മൾ ചെയ്യണം. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മളിതെല്ലാം ചെയ്യണം. ചെയ്താൽ ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ അതായിരിക്കണം. കർമ്മബന്ധങ്ങളിൽ പെട്ട് ഉഴലുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ നിത്യേന ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും അറിയാം. എന്നാലും വളരെ കുറച്ച് സമയമെങ്കിലും ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും, അല്ലെങ്കിൽ 1, 2, 3 ഭഗവത്ഗീത ചാപ്റ്റേഴ്സ് എത്തിക്കഴിഞ്ഞാൽ ഒരു 10 ശ്ലോകമെങ്കിലും ഒരു ദിവസം നമുക്ക് ചൊല്ലാൻ പറ്റണം. അത് ചൊല്ലുക, അത് അർത്ഥം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക. ഏതെന്ന് വേണമെങ്കിലും യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. എത്രയോ പേര് ഇതിനെ വളരെ ഭംഗിയായിട്ടും വളരെ രസകരമായിട്ടും വർണ്ണിച്ചിട്ടുണ്ട്. ഞാനൊന്നും അതിൻ്റെ 4-1 പോയിട്ട് ഒരു അറ്റത്ത് പോലും നിൽക്കാൻ ഒട്ടും അർഹതയില്ലാത്ത ഒരാളാണ് കേട്ടോ. പിന്നെ ഗ്രൂപ്പിലെ മറ്റെല്ലാവരും സജസ്റ്റ് ചെയ്തപ്പം പലരും സജസ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഒരാഗ്രഹമുണ്ട് ഇത് പറയണമെന്ന്. കാരണം എന്താ പറയുക, എന്ത് കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പഠിക്കുമല്ലോ. പിള്ളേരോട് നമ്മൾ എന്തിനാണ് ഇമ്പോസിഷൻ കൊടുക്കുന്നത്? പിള്ളേർക്ക് ദേഷ്യമൊക്കെ വരും ഇമ്പോസിഷൻ കൊടുക്കുമ്പോൾ. പക്ഷേ നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലുന്നു, എത്ര പ്രാവശ്യം എഴുതുന്നു, അത്രയും പ്രാവശ്യം നമുക്കത് പഠിയും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇത് മനസ്സിലാക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ആകപ്പാടെ 1, 2, 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനൊക്കെ എഴുതുന്ന കാര്യങ്ങളെല്ലാം പേപ്പറിൽ എഴുതി കൊടുക്കുന്നത് എൻ്റെ ജോലിയായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെയും എഴുതിയിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നും അത്ര അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല ചെയ്തിരിക്കണത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് തുടങ്ങിയ പോലെ തന്നെ എത്രയും പെട്ടെന്ന് നാരായണീയം അവസാനിപ്പിച്ച പോലെ തന്നെ ഇതും മുഴുവനാക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യാതൊരു തടസ്സവും കൂടാതെ ഇത് മുന്നോട്ട് നീങ്ങാൻ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും കേൾക്കുക, മറ്റുള്ളവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കേട്ടത് പറ്റുന്നത്ര പേർക്ക് ഇതൊന്ന് എത്തിക്കുക. എല്ലാവരും നന്നാവട്ടെ കേട്ടിട്ട്. അല്ലെങ്കിലും ഉണ്ട് ആൾക്കാർ പറഞ്ഞു തരുന്നവർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും പറ്റുമെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക. ഓക്കെ, നമ്മളെന്നും നാരായണീയത്തിൽ ചൊല്ലുന്ന പോലെ തന്നെ അതേ ശ്ലോകം ചൊല്ലി നമുക്കെന്നും അവസാനിപ്പിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.